ഹലോ ആൾ. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് മൊഡ്യൂൾ 2ൻ്റെ റിവിഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ മൊഡ്യൂൾ 2യുടെ കണ്ടൻസ് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ടോപ്പിക്. So climate change, anthropogenic drivers of climate change. So anthropogenic means man-made actions are responsible for the unfavorable climate change nowadays. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, the terms like global warming, greenhouse effect, air pollution, you have to be known. Then carbon footprint എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ ഇതിൽ എല്ലാ ടോപ്പിക്കും പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻ മേ ബി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ വാട്ടർ സൈക്കിൾ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ അഗ്രികൾച്ചർ. സോ എവറി ടോപ്പിക് യു ഹാവ് ടു നോ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ അത് എപ്പോഴും എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അത് പറയുമ്പോൾ അതിൻ്റെ കേസ് സ്റ്റഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയണം. ഓക്കെ, നൗ കാർബൺ സിക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും വൾണറബിലിറ്റി ഇൻഡെക്സും ആണ് ഇതിൽ വരുന്ന കണ്ടൻസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ട് എയിലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ മൊഡ്യൂൾ കഴിയുന്നതോടെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, കാരണം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1ഉം 3, 4 മൊഡ്യൂൾ 2 ആണല്ലോ. ദെൻ സിമിലർലി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പാർട്ട് ബിയിൽ 2 essay questions ആൻഡ് മൊഡ്യൂൾ 2ലെ 2 essay questions യു വുഡ് ബി ഏബിൾ ടു ആൻസർ. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെയുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറച്ചൊരു ആവറേജ് ലെവൽ ഓർ എബോവ് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണിത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഇൻസുലേഷൻ, ടെമ്പറേച്ചർ. അപ്പോൾ ഇത് മാറിപ്പോരുത്, ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ മാറിപ്പോയി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഇതെല്ലാം നോക്കുക. ഈ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുള്ള രീതിയിൽ ഈ മൊഡ്യൂൾ 2യുടെ ഡിസ്കഷൻ കഴിയുന്നതോടെ നിങ്ങൾ റെഡി ആവണം. ഓക്കെ, സോ ഈ ഒരു ഇതിൽ വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഓൺ ദി ഗ്ലോബ് നോ ദി ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹാപ്പനിങ് നോട്ട് ആസ് പെർ ദി ഷെഡ്യൂൾ അല്ലേ. ഷെഡ്യൂൾ തെറ്റിച്ചിട്ട് നമുക്കിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വരുന്നുണ്ട്. നാച്ചുറൽ ചേഞ്ചസ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള സം ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം നാച്ചുറലായിട്ട് സണ്ണിൻ്റെ ആണ് നമുക്കറിയാം. സൺ ഈസ് എ വേരിയബിൾ സ്റ്റാർ. സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി, ലാർജസ്റ്റ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻസ്, ഇൻസുലേഷൻസ് കാരണമാണ് നമുക്കിവിടെ ക്ലൈമറ്റ് ഇങ്ങനെ ബാലൻസ് ആയിട്ട് പോകുന്നത്. ബട്ട് അവിടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ, സൺ സ്പോട്ട്സ്, ഡാർക്ക് ഏരിയാസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടും ബ്രൈറ്റ് സ്പോട്ട്സ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടും ഒക്കെ സണ്ണിൻ്റെ ഓവറോൾ എനർജി എമിറ്റൻസ് ടു ദി എർത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ ക്ലൈമറ്റിൻ്റെ വേരിയേഷൻസ്. ഇപ്പോൾ സൺ എന്ന് പറയുന്നൊരു ആണ് മെയിൻ ഫാക്ടർ വിച്ച് കൺട്രോൾസ് ദി ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വിച്ച് ആർ ദി ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ് കോസിങ് ദി ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത് 4 ഫാക്ടേഴ്സ് ഇല്ലേ. സണ്ണ്, സണ്ണിനെ പറ്റി പറയുമ്പോൾ ഇത്ര പറയണം. എന്നിട്ട് സണ്ണിൻ്റെ ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറയുക. കണ്ടോ, ഡാർക്ക് സ്പോട്ട്സ് പ്രസൻ്റ് ആകുമ്പോൾ, ബ്രൈറ്റ് സ്പോട്ട്സ് ആകുമ്പോൾ ആ രീതിയിൽ സണ്ണിൻ്റെ ഇൻസുലേഷനിൽ വേരിയേഷൻ വരും. അതുകൊണ്ട് മേ ബി ഭയങ്കര ബ്രൈറ്റ് ആകുമ്പോൾ ഹോട്ട് അല്ലേ, ക്ലൈമറ്റ് ഭയങ്കര ഹോട്ട് ആൻഡ് ആരിഡ് ക്ലൈമറ്റ് ആവും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സണ്ണിൻ്റെ എനർജി ഇങ്ങനെ ഓവർ ദി മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സണ്ണ് മേ ബി ഗെറ്റിംഗ് വീക്കർ സംടൈംസ് അതിൻ്റെ എനർജി. ആ രീതിയിലൊക്കെ വരുമ്പോൾ ഈ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരാം. അടുത്ത ചേഞ്ചസ് ഡ്യൂ ടു എർത്ത്സ് ഓർബിറ്റ് അല്ലേ. നമുക്കറിയാം എലിപ്സോയിഡ് ആയിട്ടുള്ള ഷേപ്പ്, ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആണ് എർത്തിൻ്റെ ഷേപ്പ്. എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓർബിറ്റിലാണ് എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. So not only that, the earth is tilted about its central axis at 23 degree. അപ്പോൾ ആ രീതിയിലൊരു വേരിയേഷനൊക്കെ വരുന്നത് കൊണ്ട് നാച്ചുറലി ക്ലൈമറ്റ് ചേഞ്ച് വരും അല്ലേ. നമ്മൾ പോളാർ അവിടെയൊക്കെ പറഞ്ഞില്ലേ, പോളാർ റീജിയൻസിലൊരു 24 hours ഡ്യൂറേഷൻ, 12 എന്നുള്ള രീതിയിലല്ല ഡേ നൈറ്റ് അങ്ങനെയൊക്കെ വരിക, കാരണം ഈ ഫാക്ടേഴ്സൊക്കെ കൊണ്ടാണ്. അതുപോലെ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ലിപ്സ് ഷേപ്പ് ആയതുകൊണ്ടാണ്
ഷോർട്ട് അല്ലെ സണ്ണിനോട് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സമ്മർ സീസൺസും കുറച്ച് അകന്ന് പോകുമ്പോഴാണ് വിന്റർ സീസൺസ്. അങ്ങനെ സീസൺസ് മാറുന്നത് ഈ എർത്തിൻ്റെ ഷേപ്പ് കാരണവും അതുപോലെ എർത്ത് റിവോൾവ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് നമ്മുടെ ഓർബിറ്റിന്റെ ഷേപ്പ് ഒക്കെ കാരണമാണ്. സോ ഇതൊക്കെയാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് അല്ലെ. സാധാരണഗതിയിൽ ഭൂമിയിലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ നാച്ചുറൽ കോസസ് ആയിട്ട് സണ്ണിനെ പറയാം, ദെൻ എർത്തിന്റെ ഓർബിറ്റിന്റെ ഷേപ്പ് പറയാം. അതുപോലെ തേർഡ് പോയിന്റ് ആയിട്ട് ഓഷ്യൻ സൈക്കിൾസ്. ഓഷ്യൻ സൈക്കിൾസ് പറയുമ്പോൾ എന്താ, ലാർജ് ഓഷ്യൻ കറൻസ്, ബ്രീസ് പോലത്തെ, അതായത് ഓഷ്യൻ കറണ്ട്, കടൽക്കാറ്റ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള മോയ്സ്ചർ എനർജി ഓഷ്യൻസ് കടലാണ് കൂടുതൽ വരുന്നത് ഭൂമിയിൽ അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓഷ്യൻസ് ആർ മീഡിയം ഫോർ എക്സ്ചേഞ്ച് ഓഫ് മോയ്സ്ചർ എനർജി. ഓഷ്യൻ ലേഡൻ ആയിട്ടുള്ള വിൻഡും ഓഷ്യൻ സൈക്കിൾസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലെ ക്ലൈമറ്റ് നാച്ചുറലി ഇറ്റ്സ് ഗെറ്റിംഗ് ഓൾട്ടേർഡ്. ഭയങ്കര സീസൺസ് ഒക്കെ മാറി വരുന്നതിൽ ഈ ഓഷ്യൻ സൈക്കിളിനും റോളുണ്ട്. അതുപോലെ അടുത്തതാണ് വോൾക്കാനോസ് ആൻഡ് ജിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ഈ വോൾക്കാനോസും അതുപോലെ ജിയോളജിക്കൽ എർത്ത് ക്വേക്ക് അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ വരില്ലേ. അപ്പം അതൊക്കെ കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരാറുണ്ട്. ഓക്കെ, വോൾക്കാനോസ് ഇറപ്ഷൻ എന്നൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് എന്ത്, ദീസ് ആർ ദി 4 നാച്ചുറൽ ഫാക്ടേഴ്സ് വിച്ച് ആർ അക്കൗണ്ടിങ് ഫോർ ദി ക്ലൈമറ്റ് ചേഞ്ച്. മനസ്സിലായോ? നാച്ചുറലി ഭൂമിയിലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ 4 നാച്ചുറൽ റീസൺസ് ആണ് സണ്ണിന്റെ ഒരു കാരണം. സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു ആഗോള താപം നിലനിർത്തുന്നതിൽ എന്താ പറയുന്നത് സണ്ണിന് ഭയങ്കര റോളുണ്ട്. അപ്പോൾ സണ്ണിനെ പറ്റി കുറച്ച് ഡിസ്ക്രിപ്ഷൻ പറയുക, ഇത് പറയുക, ഓഷ്യൻ സൈക്കിൾ, ജിയോളജിക്കൽ. ഓക്കെ, അത് ഓക്കെ, നാച്ചുറലായിട്ട് മാറുന്നത് കുഴപ്പമില്ല. നാച്ചുറലായിട്ട് നമുക്കൊരു ഷെഡ്യൂൾ പ്രകാരം ക്ലൈമറ്റ് മാറുകയാണ് അല്ലേ. ജൂൺ ആകുമ്പോൾ മഴ വരുന്നു, ഒരു ഏപ്രിൽ മെയ് ആകുമ്പോൾ വേനൽ വരുന്നു. ഇങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നാച്ചുറൽ ഫാക്ടേഴ്സ് കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആകും, പക്ഷെ ടൈം ടേബിൾ പോലെ തന്നെ അത് ചേഞ്ച് ആവുള്ളൂ. ബട്ട് നൗ ഡേയ്സ് നമുക്ക് പറയാം ക്ലൈമറ്റ് അങ്ങനെയല്ല അല്ലേ. ക്ലൈമറ്റ് ഇസ് ഗെറ്റിംഗ് ഓൾട്ടേർഡ്. അത് പറയുന്നത് ആൻഡ്രോജനിക് ആക്ടിവിറ്റീസ് കാരണമാണ്. അതായത് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കാരണം ക്ലൈമറ്റ് ഇങ്ങനെ അൺഫേവറബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആൻഡ്രോജനിക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണങ്ങൾ അല്ലെ? ഹ്യൂമൻ കോസ്റ്റ് ചേഞ്ചസിനെയാണ് ആൻഡ്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുക. ആൻഡ്രോപോജനിക് ഡ്രൈവേഴ്സ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻസ് കോസ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻസിന്റെ എന്ത് കാരണമായിരിക്കും ഇത് കൂടുതൽ വരുന്നത്? ഫോസിൽ ഫ്യൂൽസിന്റെ ഭയങ്കരമായിട്ടുള്ള യൂട്ടിലൈസേഷൻ അല്ലെ. നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ, അങ്ങനെ കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും എമിറ്റ് ആകും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കൂടും. അപ്പം അങ്ങനെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതിൻ്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് ഭയങ്കര ടെമ്പറേച്ചർ ആണെങ്കിൽ വേറൊരു സമയത്ത് ഫ്ലഡായിട്ട് അത് വരും ചെയ്യും. മീൻസ് അങ്ങനെ കുറച്ച് സമയം ഭയങ്കര ചൂടാണെങ്കിൽ വേറൊരു സമയം കടും റെയിൻഫോളും വരും. അപ്പം അങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ് ചേഞ്ചിന് ഈ ഇൻക്രീസ് ഇൻ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ഇസ് പ്ലേയിങ് എ മേജർ റോൾ. അതുപോലെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന മാൻമെയ്ഡ് ആക്ടിവിറ്റി കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുന്നില്ലേ. ചെടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് പറയുക. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്, അതുപോലെ അർബണൈസേഷൻ, മോർ സിറ്റീസിന്റെ ഡെവലപ്മെന്റ്, അൺപ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ ഇഫ് ഇറ്റ് ഇസ് എ സസ്റ്റൈനബിൾ അർബണൈസേഷൻ പ്രോസസ് ഇറ്റ്സ് ഓക്കെ. ബട്ട് അൺപ്ലാൻഡ് ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അർബണൈസേഷൻസ് കാരണം അല്ലെ, സിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ റോഡ്സും ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ അർബൻ ഫ്ലഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. സിറ്റീസിലൊക്കെ മഴ പെയ്യുമ്പോൾ ഫ്ലഡിങ് ഉണ്ടാവും. അതെന്താ, റോഡൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അതന്നെ ഭയങ്കരമായിട്ടുള്ള പോപ്പുലേഷൻ കൂടുക, ഭയങ്കരമായിട്ടുള്ള അർബണൈസേഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇതൊക്കെ ഒരു നോൺ ഓർഗനൈസ്ഡ് വേയിലാണെങ്കിൽ എന്താണ് ഇത് കാരണമൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് അത് ഊന്നൽ കൊടുക്കുന്നുണ്ട്, മീൻസ് അതിലേക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ പഠിച്ച ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ച്. ആദ്യം നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫാക്ടേഴ്സ് പഠിച്ചു. ആന്ത്രോപോജനിക് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കാരണം എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു, ഈ പോയിന്റ്സ് ആണ് പറയേണ്ടത് കേട്ടോ. ഈ ബുള്ളറ്റിൻസ് ആയിട്ടുള്ള പോയിന്റ്സ് പറയണം. then ഈ ഒരു ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനത്തെ ഒരു
ബാഡ് വേയിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് അല്ലേ, സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു. അതുപോലെ അത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ആവും. അത് കാരണം വെള്ളപ്പൊക്കവും കാര്യങ്ങളും, റൈസ് ഇൻ ദി സീ ലെവൽ ഉണ്ടാവും. ദെൻ ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ആസിഡ് റെയിൻസ് പോലത്തെ സംഭവങ്ങൾ വരും. ഫ്രഷ് വാട്ടർ കുറയും അല്ലേ, മഴ കുറയും, ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഒരു സീസണിൽ ഇതായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ, ഹോട്ട് ആൻഡ് ആരിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ മഴ കുറയും. മഴ കുറയുമ്പോൾ ഫ്രഷ് വാട്ടർ കുറയും, കാരണം ഗ്രൗണ്ട് വാട്ടർ കുറയുന്നു. ഓക്കെ, റെയിൻഫോൾ കുറയും, ഡ്രോട്ട് വരും. ബ്രീഡിങ് പാറ്റേൺസ് അല്ലേ, നമ്മൾ പറയില്ലേ ആഫ്രിക്കൻ വെച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നു. ബ്രീഡിങ് പാറ്റേൺസ്, മൈഗ്രേഷൻ പാറ്റേൺസ്. അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഫോഴ്സ് ടു, plants അല്ല, animals are forced to migrate from one place to another and the plant species may be badly affected. അപ്പോൾ ആ രീതിയിലൊക്കെ ബ്രീഡിങ് പ്രശ്നങ്ങളൊക്കെ വരാം. മനസ്സിലായോ? അതുപോലെ അസുഖങ്ങളൊക്കെ വരാം, മൊസ്കിറ്റോസ് ബഗ്സ് ഒക്കെ വന്ന് അസുഖങ്ങളും കാര്യങ്ങളും വരും. ഇതൊക്കെ എഫക്ട്സ് ആണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം? നമ്മൾ എന്താ പറയുക, ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക, റിന്യൂവബിൾ ആയിട്ടുള്ള നോൺ എന്താ പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ്, വിൻഡ് എനർജി, അതുപോലെ സോളാർ എനർജി, ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുക. ഫോസിൽസ് ഫ്യൂൽസിൻ്റെ ബേസ് ആയിട്ടുള്ള എനർജീനെ കുറച്ചിട്ട് ഇത്തരം സമ്പ്രദായങ്ങൾ കൂട്ടുക അല്ലേ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം ഇങ്ങനെ കുറയ്ക്കാം. പെട്രോളും ഇതൊന്നും വേണ്ട, നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൈക്കിൾസോ അല്ലെങ്കിൽ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാം. എല്ലാവരും പ്രൈവറ്റ് വണ്ടികൾ എടുക്കാതെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം കുറയില്ലേ. പെട്രോൾ പമ്പ് അവിടെയൊക്കെ മീൻസ് അങ്ങനെ കുറയില്ലേ. ഒരു കൺട്രിയിൽ തന്നെ നമുക്ക് ഈ സംഭവങ്ങളെ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ സസ്റ്റൈനബിളായി മാറാൻ പറ്റും. അതുപോലെ ചെടികൾ മുറിക്കാതെ അഫോറസ്ട്രേഷൻ ചെയ്യുക, റീഫോറസ്ട്രേഷൻ ചെയ്യുക. ദെൻ നമ്മളുടെ 3R കൺസെപ്റ്റ് എന്താണ്, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, റിലേ അപ്പോൺ ദാറ്റ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സസ്റ്റൈനബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ എനർജി കൺസർവേഷൻ, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഹോംസിലും ഓഫീസിലൊക്കെ എനർജി കൺസപ്ഷൻ കുറയ്ക്കുക. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് കാരണമുള്ള പ്രശ്നങ്ങളെ നമുക്ക് ബ്രിങ് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്താ പഠിച്ചേ ഇവിടെ, ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണങ്ങൾ എന്താണ്, കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് അല്ലെങ്കിൽ എഫക്റ്റ് ആണത് ഉണ്ടാവുന്നത്. പിന്നെ അത് ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് മീൻസ് എന്താണ്, ഹൗ ക്യാൻ യു റെഡ്യൂസ് ദി ബാഡ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള രീതിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് വരുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫിനോമിനൻ ആണ്. അതായത് സർട്ടൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട് അല്ലേ, ഏതൊക്കെയാണ്, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഇതാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഇത് കാരണം നമ്മുടെ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഫിനോമിനൻ ആണ്, അത് കൂടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പാരഗ്രാഫെങ്കിലും മിനിമം പഠിക്കണം. ഈ ഗ്യാസസ് ട്രാൻസ്പെറൻറ്റ് ടു ദി ഇൻകമ്മിങ് അൾട്രാ UV റേഡിയേഷൻസും, ബട്ട് ഇതിങ്ങനെ ഉൾക്കൊള്ളും അല്ലെ, വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ ഉൾക്കൊള്ളും, പക്ഷേ പോകുന്ന ഇൻഫ്രാറെഡ് ആയിട്ടുള്ള റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യുക, പിടിച്ചു വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അത് ലോങ് വേവ് ആയിട്ട് വരുന്നത് ഷോർട്ട് വേവ് റേഡിയേഷൻ. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ വരുമ്പോൾ ഷോർട്ട് വേവ് റേഡിയേഷൻ ആയിട്ടാണ് വരുന്നത്, തിരിച്ചു പോകുമ്പോൾ ലോങ് വേവ് റേഡിയേഷൻ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്നതിനെ പിടിച്ചു വെക്കുമ്പോൾ തിരിച്ചു പോകുന്ന റേഡിയേഷനെ ആരും ഉൾക്കൊള്ളും, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉൾക്കൊണ്ടിട്ട് അങ്ങനെ ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ ഗ്യാസ് ഇല്ലായിരുന്നെങ്കിൽ പിടിച്ചു വെക്കാൻ ആരുമില്ല, അപ്പോൾ റേഡിയേഷനെ എല്ലാം മീൻസ് അപ്പോൾ എന്തായിരിക്കും, ഇൻസുലേഷനെ പിക്ക് ചെയ്യാൻ ആരുമില്ലാതെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അർത്തിൻ്റെ ടെമ്പറേച്ചർ ലോവറായി പോവില്ലേ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് മിനിമം എന്തായാലും പഠിക്കുക. ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അടുത്ത പാരഗ്രാഫ് വായിച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ പറയുന്നുണ്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇൻഫാക്ട് വിത്തൗട്ട് ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലോവർ ആയിരിക്കും, കോൾഡായി പോത്രേ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇല്ലായിരുന്നെങ്കിൽ എർത്ത് ഇങ്ങനെ തണുത്തുറഞ്ഞു പോയേനെ. മനസ്സിലായോ? ഇത് കണ്ടോ, 14 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വ്യതിയാനം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇല്ലെങ്കിൽ. മനസ്സിലായോ? അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? പെട്ടിൻ്റെ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസ് കണ്ടുപിടിച്ചതാരാന്ന്,
ജോസഫ് ഫെറിയർ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അടുത്തത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലാസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ, മുന്നേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരുന്നു, ഇത് നമ്മൾ നേരത്തെ ഈ ഒരു പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ ഇവിടെ താഴെ പിക്ചർ ഉണ്ട്. വരുന്നത് എങ്ങനെയാണ് വരുന്നത്, ഷോർട്ട് വേവ് റേഡിയേഷൻ ആയിട്ടാണ് വരുന്നത് ഇൻസുലേഷൻ. ആ ഇൻസുലേഷൻ കാരണം എർത്തിനെ വാം ചെയ്യും. ബട്ട് പാർട്ട് ഓഫ് ദി എനർജി ഈസ് അബ്സോർബ് ബൈ ദി ലോങ് വേവ് റേഡിയേഷൻ ആയിട്ട് അത് റേഡിയേറ്റഡ് ബാക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പം അത് പറയുമ്പോൾ ഈ പിക്ചറൊക്കെ വരച്ചിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതും കൂടി ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ, പിക്ചറും കൂടി ആഡ് ചെയ്യുക. ഇനി ആരൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഈ വാട്ടർ വേപ്പർ ഉണ്ട്, പിന്നെ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാനം, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് അതിലാണ് ഈ CFC എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് ഏതൊക്കെയാ, HCF ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് എന്ന് ഇവിടെ പറഞ്ഞു അല്ലേ, അത് ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. അത് കൂടാതെ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസും ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. ദീസ് 4 ആർ ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, ഇതിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, SF6, NF3 ഇതൊക്കെയാണ് നമ്മുടെ പെട്രോ ഫ്ലൂറോ കാർബൺസ്. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് വിഭാഗത്തിൽ പെടുന്നത്. ഓക്കെ, ഇതൊക്കെ എവിടെയൊക്കെ കാണുന്നു? AC എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുമ്പോൾ, ട്രാൻസ്മിഷൻ ടവേഴ്സിൽ, സോൾ സ്പേസിലൊക്കെയാണ് ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് നന്നായിട്ട് ലിബറേറ്റ് ആവുന്നുണ്ട്. മനസ്സിലായോ? ഇനി അടുത്ത ടോപ്പിക്കാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? എർത്തിന്റെ ആനുവൽ സർഫസ് ടെമ്പറേച്ചർ, എർത്തിന്റെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടിപ്പോവും. അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേണം, അതായത് ഒരു മിതമായ തോതിൽ അത് വേണം. പക്ഷേ ഈ ഫോസിൽ ഫ്യൂൽസിന്റെ ഒക്കെ ദുരുപയോഗം കാരണം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഈ വക ഗ്യാസസ് വളരെ കൂടിപ്പോയാൽ എല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യുക, എല്ലാവരും AC എപ്പോഴും യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ CFC വാതകങ്ങളും അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽസ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഒരുപാട് മീഥേൻ, എങ്ങനെ ഉണ്ടാവുന്ന മീഥേൻ പല രീതിയിലുണ്ടാവും. അതുപോലെ ഈ ബയോളജിക്കൽ വേസ്റ്റ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്നൊക്കെ മീഥേൻ ഭയങ്കരമായിട്ട് ലിബറേറ്റ് അല്ലെ, വേസ്റ്റ് ഒക്കെ കൂടുമ്പോൾ മീഥേനൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് വളരെ കൂടുതലായിട്ട് വരികയാണ്. നോർമലായി എത്ര വേണോ അതിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസസും ഈ പറയുന്ന റേഡിയേഷൻ, ഇൻസുലേഷൻ, റേഡിയേറ്റ് ബാക്ക് ചെയ്യുന്ന ഇതിനെ പിടിച്ചു വെക്കില്ലേ? മനസ്സിലായോ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുമ്പോൾ അവർ പിടിച്ചു വെക്കുന്ന ആ ട്രാൻസ്മിറ്റഡ് റേഡിയേഷനും കൂടി പോകും. അപ്പോൾ അത് കാരണം ഭൂമിയിലെ ടെമ്പറേച്ചർ വളരെയായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, പക്ഷെ അത് ഈ ഗ്യാസസ് കൂടിക്കൂടി വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് വരും. അതൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്. അപ്പം അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് വരിക? കണ്ടോ, ഫോസിൽ ഫ്യൂൽസ് അതുപോലെ ഇതൊക്കെ ഇനി പറയണ്ടല്ലോ. ഡിഫോറസ്റ്റേഷൻ, മീഥേൻ എമിഷൻ ഫ്രം ലൈഫ് സ്റ്റോക്ക്, ആനിമൽ ഫാം, റെഫ്രിജറൻസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെ കൺട്രോൾ ചെയ്യാം, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി എയർ പൊല്യൂഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്ക്. എയർ പൊല്യൂഷൻ നമ്മൾ സ്കൂളിൽ സ്കൂൾ തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. എയർ പൊല്യൂഷൻ എങ്ങനെയെന്ന് അറിയാലോ, അത് വായിച്ച സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ 2 തരം പൊല്യൂട്ടൻസ് വരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണം. പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും കേട്ടോ. പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്തായിരുന്നു? അല്ലെ, NO2 SO2 ആണ് ഇതിന് എക്സാമ്പിൾ. മറ്റേതൊന്ന് നോക്കി പഠിക്കുക. ഏതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ്റെ എക്സാമ്പിൾ എന്ന് നിങ്ങൾ പഠിക്കണം. സ്മോഗ് എന്ന് പറയുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ് കേട്ടോ. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണെങ്കിൽ പ്രൈമറി പൊല്യൂട്ടൻ, അത് വേറെ എന്തെങ്കിലും കൂടി കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻസ് വന്നിട്ട് പ്രൈമറി ടെൻസ് ടു ഫോം ദി സെക്കൻഡറി. സ്മോഗ് ഈസ് എൻ എക്സാമ്പിൾ. ഇനി എങ്ങനെയാണ് എയർ പൊല്യൂഷൻ, അതൊക്കെ വായിച്ചാൽ മതി, മനസ്സിലാവും കേട്ടോ. ഓക്കെ, നൗ എഫക്ട്സും പഠിക്കുക, പൊല്യൂഷൻ്റെ ഇതൊക്കെ ചോദിക്കാം. ദെൻ എങ്ങനെ പൊല്യൂഷനെ കുറയ്ക്കാനുള്ളത് എന്തായിരുന്നു?
എങ്ങനെ എയർ പൊല്യൂഷൻ കണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടികൾ എടുക്കുന്നതിൻ്റെ പകരം എല്ലാവരും കൂടി ഒരു ബസ്സിൽ യാത്ര ചെയ്യുക അല്ലേ? കോളേജ് ബസ്സിലൊക്കെ വരികയാണെങ്കിൽ എല്ലാ കുട്ടികളും ഓൺ വെഹിക്കിൾസ് കൊണ്ടുവരികയാണെങ്കിൽ വ്യത്യാസം വരില്ലേ? അതുപോലെ എനർജി കൺസർവ് ചെയ്യുക, ഫാൻ ലൈറ്റ് ഓഫ് ചെയ്യുക, 3R പ്രിൻസിപ്പിള്, ക്ലീൻ എനർജി, ദെൻ എനർജി എഫിഷ്യൻറ്റ് ഡിവൈസസ്, അതുപോലെ എയർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ് ആണ്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് കാർബൺ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ കാർബൺ ഫുട് പ്രിന്റ്. അതായത് നമ്മളുടെ ഒരു ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ നമ്മുടെ ഒരു ആക്ടിവിറ്റി, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ സ്കൂളോ കോളേജോ ഓഫീസോ എന്തോ ആവട്ടെ, അപ്പം നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അവർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാരണം എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത് എന്നുള്ളതിന്റെ മെഷറിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പെർ ഡേ എത്രയാണ് കാർബൺ ഫുട് പ്രിന്റ്, അല്ലെ? ഞാനിപ്പോൾ ഇന്ന് രാവിലെ എണീറ്റത് മുതൽ രാവിലെ ഉറങ്ങുന്നത് വരെ ഇത്ര കാർബൺ ഫുട് പ്രിന്റ്. ഇപ്പം ഞാൻ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റേഡിയേഷൻസും കാര്യങ്ങളും ആ യൂസേജിലും ഒക്കെയും മേ ബി കാർബൺ ഫുട് പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പം അതുവരെ ഇപ്പം ആ ഒരു ടൈം വരെ നമ്മൾ ഒരാൾ എത്ര, അതായത് നമ്മൾ കാർ ഓടിക്കുകയാണെങ്കിൽ അതിൽ ഡയറക്ട്ലി പറയുകയാണെങ്കിൽ എന്താണ്, പെട്രോളോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ലേ? അത് ഡയറക്ട്ലി ആണ്. ഇൻഡയറക്ട്ലി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ വീട്ടിൽ ലൈറ്റും ഫാനും ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റും ഫാനും വരുന്നത് എന്താ പറയും, തെർമൽ പവർ പ്ലാന്റ് രീതിയിലാവാം, അല്ലെങ്കിൽ ഹൈഡൽ പവർ പ്ലാന്റിലാവാം. അപ്പോൾ ഈ കറണ്ട് ഈ ഒരു ഇത്ര യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് യൂസേജ് വന്നിട്ടുണ്ടാവാം, അല്ലേ? ഈവൺ അത് അവിടെ വല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിട്ടായിരിക്കും ഡാം വരെ പണിതിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ വരെ നമുക്ക് കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു ഇത് കാരണം മേ ബി മന്ത് വൈസോ ഡേ വൈസോ അവർ വൈസോ ഒക്കെ കണക്കെടുക്കുകയാണ് നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്തായിരിക്കണം? ഈ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡാണിത്, കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ഫുട് പ്രിന്റ്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് യുവർ കാർബൺ ഫുട് പ്രിന്റ് ഈസ് ദി സം ഓഫ് ദി ഓൾ എമിഷൻസ് ഓഫ് CO2 വിച്ച് വർ പ്രൊഡ്യൂസ്ഡ് ബൈ ഗിവൺ ടൈം ഫ്രെയിം, അല്ലെ? ഒരു ഡേയോ അല്ലെങ്കിൽ ഒരു ഇതോ അങ്ങനത്തെ രീതിയിൽ നമ്മൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്ങനെ കേട്ടോ. അപ്പോൾ അതിൽ കാർബൺ ഫുട് പ്രിന്റ് പ്രൈമറി ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ് ആണെങ്കിൽ സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് നിർമ്മിക്കാൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെ? ഇതിന്റെ അസംബ്ലി അല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിന്റെ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എത്ര കാർബൺ എമിഷൻ, എത്ര കാർബൺ ഫുട് പ്രിന്റ് യൂസേജ് ആണ് വന്നിട്ടുണ്ടാവുക. അപ്പം അതൊക്കെയും എൻ്റെ ഒരു യൂസേജിൽ വരുന്നതല്ലേ. അപ്പം അതാണ് ഡയറക്ട്ലി നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു മാത്രമല്ല നമ്മളുടെ ആക്ടിവിറ്റീസ് കാരണം. ഇൻഡയറക്ട്ലി നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കാനായിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതും കൂടി നമ്മൾ. അപ്പം നമ്മളെങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ എയിം എന്ന് പറയുന്നത് അതായിരിക്കണം. നമ്മുടെ അല്ലെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ള ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണം എന്നുള്ളതായിരിക്കണം. ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ അവർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇനി മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതാണ്? നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചർ, എനർജി, ഹ്യൂമൻ ആക്ഷൻ, ഫോസിൽ ഫ്യൂൽസ്, ഇതൊക്കെ തന്നെയാണ് കാർബൺ ഫ്യൂവലിന്റെ. ഇനി എങ്ങനെ അത് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാം, എങ്ങനെ കുറയ്ക്കാൻ പറ്റും? എല്ലാ എനർജി എഫിഷ്യന്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് ഒക്കെ എഴുതാം കേട്ടോ. ഇനി ഇത് ഇമ്പാക്ട്സ് ആണ്. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വാട്ടർ സൈക്കിളിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, ഇത് ഇനി ഞാൻ ഒന്നും പറയില്ല, കാരണം ഇത് സെമിനാർ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം വാട്ടർ സൈക്കിളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അല്ലേ? ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്താണ്? മഴയുടെ ഇത് മാറുന്നുണ്ട്. മഴയുടെ വാട്ടർ സൈക്കിളിൽ ക്ലൈമറ്റ് ഇങ്ങനെ ബാഡ്ലി മാറിക്കൊണ്ടിരിക്കുമ്പോൾ
അത് കാരണം പ്രസിപ്പിറ്റേഷനിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ. മഴയുടെ തോത്, മഴ പെയ്യുന്ന ഒരു ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ റെയിൻഫോള് കുറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ കുറയും, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവല് കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി പഠിക്കുക കേട്ടോ. അതുപോലെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷനും ചെടികളിൽ നിന്ന് പോകുന്ന ആ ഒരു റിലീസ് ഓഫ് വാട്ടറിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വാട്ടർ സൈക്കിളിൽ ക്ലൈമറ്റ് ചേഞ്ച് മാറുന്നതുകൊണ്ട് വാട്ടർ സൈക്കിളിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പോൾ കടലിൽ നിന്നും ചെടികളിൽ നിന്നുമുള്ള വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു, അവിടെ മാറ്റങ്ങൾ വരും അല്ലെ. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ചെടികൾ തന്നെ ഇല്ലാതെ കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ കുറയില്ലേ. ക്ലൈമറ്റ് ചേഞ്ച് കാരണമല്ലേ ഡ്രോട്ടൊക്കെ ഭയങ്കരമായിട്ട് വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ചെടികളെ ഇല്ല, അപ്പോൾ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറവായിരിക്കും. ഡ്രോട്ട് ആണെങ്കിൽ ഇവാപറേഷൻ ചെയ്ത് പോകാനുള്ള വെള്ളം ഇല്ല അല്ലേ. അപ്പം ഇവാപറേറ്റ് ചെയ്തൊന്നും പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ട് വരില്ല? പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല. പ്രസിപ്പിറ്റേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഇതുണ്ടാവില്ല, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റെപ്ലിനിഷിങ് നടക്കില്ല. മനസ്സിലായോ? അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അഗ്രികൾച്ചർ സെക്ടറിനെ അതെങ്ങനെ ബാധിക്കുന്നു? അപ്പോൾ ഇത് വായിക്കുക. നമ്മൾ ക്ലാസ്സിൽ നിങ്ങളെ സെമിനാറായിട്ട് പറഞ്ഞത് ഇതിന്നെല്ലാം ചോദ്യങ്ങൾ വരും കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് അഗ്രികൾച്ചറിനെ അല്ലേ. ചെടികളൊക്കെ എന്തുണ്ടാവും? ഭയങ്കരമായിട്ട് ഡ്രോട്ട് വരികയാണെങ്കിൽ ചെടി നമ്മുടെ ഭയങ്കരമായിട്ട് ഡ്രോട്ട് വരികയാണെങ്കിൽ ചെടികളൊന്നും ഉണ്ടാവില്ല അല്ലേ, പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ ഭയങ്കരമായിട്ട് മഴ വരികയാണെങ്കിലും എന്തുണ്ടാവില്ല? ക്രോപ്പ് ഈൽഡ് അത് ബെറ്റർ ആവില്ല. ആ രീതിയിൽ പറയാം. അടുത്തത് ഫോറസ്റ്റ്. എന്തായിരുന്നു? ഫോറസ്റ്റ് അറിയാം. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ദി എർത്തിൻ്റെ ഇക്കോസിസ്റ്റമാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഭയങ്കരമായിട്ട് ഗ്ലോബൽ വാർമിങ്ങും ഇതൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കാട്ടുതീ അങ്ങനെയൊക്കെ വരില്ലേ, ഫോറസ്റ്റ് ഫയേഴ്സും അങ്ങനെയൊക്കെ വരും. ഇനി ഭയങ്കരമായിട്ട് റെയിൻഫോൾ വരികയാണെങ്കിലും ഫോറസ്റ്റിനെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോറസ്റ്റിലത്തെ എക്കോസിസ്റ്റം ഒക്കെ അഫക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ വിൻ്റർ സീസൺസ്, അങ്ങനെ സിവിയറിറ്റി ഇൻ ദി റെയിൻഫോൾ, severity in the summer season, winter season, and സമ്മർ, വിൻ്റർ ആൻഡ് റെയിനി സീസൺ ഒക്കെ വരുമ്പോൾ ഫോറസ്റ്റിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യില്ലേ. മനസ്സിലായത്? വായിക്കുക. ഇതിൽ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോന്ന് പറയുമ്പോഴും ഞാനിവിടെ നിങ്ങൾ തന്നെ ആയിട്ട് കേസ് സ്റ്റഡീസും കൂടി വെച്ച് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ കേസ് സ്റ്റഡീസ് പറയുമ്പോൾ ഡൽഹി വാട്ടർ ക്രൈസിസ്, വാട്ടർ റിസോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഡൽഹി വാട്ടർ ക്രൈസിസ്, അതുപോലെ വെസ്റ്റേൺ ഘാട്ടിലൊക്കെ കാട്ടുതീയുടെ കാര്യങ്ങൾ, ഉത്തരാഖണ്ഡിലൊക്കെ ഫോറസ്റ്റ് ഫയേഴ്സ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ. ഇനി വാട്ടർ റിസോഴ്സ് അത് സെയിം വാട്ടർ സൈക്കിൾ പോലെ തന്നെ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. പിന്നെ അർബൻ ഏരിയാസിൽ എങ്ങനെയാണ്, അർബൻ ഏരിയാസിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും ക്ലൈമറ്റ് ചേഞ്ച് കാരണം? അർബൻ ഫ്ലഡിങ് അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെയാണ്? അർബൻ ഏരിയാസിൽ സീ ലെവൽ റൈസ് വരും. കാരണം എന്താ? സീ ലെവൽ റൈസ് നമ്മുടെ എപ്പോഴും ഭയങ്കരമായിട്ട് ഇത് വരുമ്പോൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ മഴയൊക്കെ വരുമ്പോൾ കോസ്റ്റൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് വീട് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, കോസ്റ്റൽ ഫ്ലഡിങ് ഒക്കെ വരില്ലേ. അവിടുത്തെ വെള്ളം സീ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് മാറ്റി താമസിപ്പിക്കേണ്ടിക്ക് വരും അർബൻ ഏരിയാസ്. അതായത് ഇഫ് യുവർ അർബൻ ബെൽറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദി കോസ്റ്റൽ ഏരിയാസ്, സീ ലെവൽ റൈസ് കാരണം നിങ്ങൾ ലോ എലിവേഷൻ കോസ്റ്റൽ സോൺസിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി മീൻസ് എഫക്റ്റഡ് ആവും, ഫ്ലഡിങ് ഒക്കെ സംഭവിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുക. ദെൻ വാട്ടർ സാനിറ്റേഷൻ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ, വാട്ടർ സൈക്കിൾസ് ഇതൊക്കെ വരുമ്പോൾ സിറ്റീസിൽ, ബിഗ് സിറ്റീസിലൊക്കെ വാട്ടറിനും അതുപോലെ സാനിറ്റേഷനിലൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് ഫ്ലഡിങ് ഒക്കെ കാരണം. അതുപോലെ അസുഖങ്ങളൊക്കെ വരും. മിക്കവാറും സിറ്റിയിലായിരിക്കും. ഓർഗനൈസ്ഡ് ആയിട്ടും ഒരു പ്ലാൻഡ് അല്ലാത്ത സിറ്റി ആണെങ്കിൽ അവിടുത്തെ റോഡുകളും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിങ്സൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തതല്ലെങ്കിൽ അത് കാരണം എന്തുണ്ടായിരിക്കും? ഭയങ്കരമായിട്ടുള്ള മഴ വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ ഫ്ലഡിങ് വരില്ലേ, അതിനെയാണ് അർബൻ ഫ്ലഡിങ് എന്ന് പറയുക. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അത് കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായോ? അതുപോലെ ഹീറ്റ് വേവ്സ്, അർബൺ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്താ, അതും ഇവിടെ അർബൺ ഏരിയാസിനെ എങ്ങനെ എഫക്റ്റ് വരുന്നു. അതായത് അർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിറ്റീസാണ്. അപ്പോൾ സിറ്റീസിൽ ഒരു പച്ചപ്പൊന്നും ഉണ്ടാവില്ല, ഗ്രീൻ ബെൽറ്റ് വിൽ ബി വെരി ലോ. അപ്പോൾ അതിനെയാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹൈ എനർജി കാരണം ഇങ്ങനെ ഹീറ്റ് വേവ്സ് വരും. അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ചൂട് ഇങ്ങനെ ഇംബൈബ് ചെയ്യുന്ന തരം ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ഇനി ബയോഡൈവേഴ്സിറ്റീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുക, അത് ഈ ആഫ്രിക്കൻ വെച്ചിൻ്റെ കേസും വേറെ എന്തെങ്കിലുമൊക്കെ പറയുക കേട്ടോ. ഓക്കെ, ഇതിലുള്ളത് വായിച്ച് പഠിക്കുക. ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറുമ്പോൾ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസിനെ അഡാപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കാരണം അവരൊക്കെ ഡിഗ്രേഡ് ചെയ്ത് പോവും, അല്ലെങ്കിൽ പുതിയ സ്പീഷീസൊക്കെ ഇവോൾവ് ആവും. അതൊന്നും അത്ര നല്ലതല്ല. അതുപോലെ ഹ്യൂമൻ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, ഇത് കാരണം ക്ലൈമറ്റ് ചേഞ്ച് കാരണം പല പല അസുഖങ്ങളും കാര്യങ്ങളും വരില്ലേ, അല്ലേ? നമ്മുടെ ടെമ്പറേച്ചർ ഇൻവേർഷൻ അല്ലെങ്കിൽ മഴയൊക്കെ കാരണം മഴക്കാല അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു ബാഡ് ക്ലൈമറ്റ് ചേഞ്ച് വരികയാണെങ്കിൽ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അപ്പം അങ്ങനെ ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. ക്ലിയർ? അപ്പം അത് പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതാണ് കാർബൺ സിക്വിസ്ട്രേഷൻ. കാർബൺ സിക്വിസ്ട്രേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാർബൺ സിക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ഐഡിയ ഓഫ് ആർട്ടിഫിഷ്യൽ, അതായത് ദ ലോങ് ടേം സ്റ്റോറേജ് ഓഫ് കാർബൺ ഇൻ പ്ലാന്റ്സ്, ഇതാണ് അതിൻ്റെ ലൈൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ ഇതവിടെ കാർബൺ ക്യാപ്ചർ റെഫേഴ്സ് ടു ദി ടെക്നോളജീസ്, ഇത് എഴുതിയാൽ മതി. കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോർ, CCS എന്നുള്ളൊരു പേരുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതാണല്ലോ പ്രശ്നം, അല്ലേ? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഇതിൻ്റെ യൂസേജ് വർദ്ധിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് ഈസ് ഗെറ്റിംഗ് ഹൈ. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വെറുതെ പുറത്ത് വ്യാപിച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എന്താണ്, പീപ്പിൾ തോട്ട് ഓഫ് സം ടെക്നോളജി ടു സ്റ്റോർ ദി കാർബൺ ഡൈ ഓക്സൈഡ് ഈതർ ഇൻ ദ സോയിൽസ്, മണ്ണിലേക്ക്, അല്ലെ സോയിൽ ഫോർമേഷൻസിലേക്കോ, അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ടോ ജിയോളജി പ്ലാന്റ്സിലേക്ക് സ്റ്റോർ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ സോയിൽസിലേക്ക്, ജിയോളജിക്കൽ ഫോർമേഷൻസിൽ, അല്ലെങ്കിൽ കടലിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ ടെക്നോളജിനെയാണ് കാർബൺ സിക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേ, കാർബൺ സ്റ്റോറേജ് നോൺ CCS ആണ്. ടെക്നോളജീസ് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുക അറ്റ് പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ സൈറ്റ്സ്, എയറിലേക്ക്, ഫ്രം എയർ, എന്നിട്ട് സോയിൽ ഫോർമേഷൻസിലോ റോക്കിലോ കടലിലോ ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഈ കാർബൺ സിക്വിസ്ട്രേഷൻ എന്ന് പറയുക. വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ്, മോഡേൺ ടെക്നോളജിയാണ്. ഇത് എങ്ങനെ ചെയ്യുക, ഇത് ബയോളജിക്കലായിട്ടും കെമിക്കലായിട്ടും ഫിസിക്കലായിട്ടൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സിങ്കിൽ, നമ്മളൊരു എന്താ പറയുക, കാർബൺ സിങ്ക് എന്ന് പറയുന്നത്, അതായത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ സം ഏരിയാസ് വേ യു ക്യാൻ ഡെപ്പോസിറ്റ് യുവർ കാർബൺ ഡൈ ഓക്സൈഡ്. അത് നാച്ചുറലി ആൻഡ് ആർട്ടിഫിഷ്യലി ചെയ്യുന്നുണ്ട്. നാച്ചുറലി എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഈ ഓഷ്യന്, ഫോറസ്റ്റ്, സോയിലൊക്കെ നാച്ചുറലി കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നാച്ചുറൽ സിങ്ക് എന്ന് പറയുക. സിങ്ക് എന്ന് പറയുമ്പോൾ പ്ലേസ് വെയർ ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗെറ്റിംഗ് അബ്സോർബ്ഡ്. മാൻമെയ്ഡ് സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓയിലും സ്വർണ്ണമൊക്കെ കുഴിച്ചെടുത്തു എന്ന് വിചാരിച്ചോളാം. ആ സ്വർണത്തിൻ്റെ കുഴിയിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുക എന്ന് വിചാരിക്കുക. അബാൻഡൻ്റ് ആയിട്ടുള്ള കോറീസ് അല്ലെങ്കിൽ അബാൻഡൻ്റ് ആയിട്ടുള്ള മൈനിങ് സ്പോട്സിലേക്കൊക്കെ നമ്മളവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പമ്പ് ചെയ്ത് കയറ്റി വിടുകയാണെങ്കിൽ അതിനെ മാൻമെയ്ഡ് സിങ്ക് എന്ന് പറയാം കേട്ടോ. അതുപോലെ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓയിൽ ഖനി ഉണ്ടാവില്ലേ, അവിടേക്കൊക്കെ വെക്കാം. ഓക്കെ, ഇനി കാർബണിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? ആദ്യം ഇതിനെ ക്യാപ്ചർ ചെയ്യണം, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് അതിനെ ട്രാൻസ്പോർട്ട്, ഒരു കോയിലിലോ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് യു ആർ ഡെപ്പോസിറ്റിംഗ് യു ആർ സ്റ്റോറിങ് ഇൻ യുവർ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതിനെയാണ് കാർബൺ സിക്വിസ്ട്രേഷൻ എന്ന് പറയുക. ഇനി അടുത്തത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക? ഓഷ്യനിലേക്കാണ് നമ്മൾ കയറ്റിവിടുന്നതെങ്കിൽ ഓഷ്യനിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഓഷ്യൻ സിക്വിസ്ട്രേഷൻ. സോയിലിലേക്കാണെങ്കിൽ അത് ജിയോളജിക്കൽ സിക്വിസ്ട്രേഷൻ. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ദെൻ ഇത് ക്ലാസ്സിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ജിയോളജിക്കൽ, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുക? ജിയോളജിക്കൽ ഒരു ഹൈഡ്രോഡൈനാമിക് ട്രാപ്പിംഗ്, അല്ലേ? അതിന് പമ്പൊക്കെ വെച്ചിട്ട് നമ്മളതിന് കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങനെ ഈതർ വാട്ടറിലോ അല്ലെങ്കിൽ ലിക്വിഡിലോ
സൊല്യൂബിൾ ആക്കിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കുക. ടൈറ്റിൽ മിനിമം 2 പോയിന്റെങ്കിലും വേണം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കാർബൺ സിക്വസ്ട്രേഷൻ? ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റ്സിലേക്കും ട്രീസിലേക്കും ഒക്കെ പ്രോസസ്. ടെറസ്ട്രിയൽ കാർബൺ sequestration is a process by which carbon dioxide from the atmosphere is absorbed by ട്രീസും പ്ലാന്റ്സും ഫോട്ടോസിന്തസിസ് വഴി നാച്ചുറലി അത് അബ്സോർബ് ആകുന്നതിനെയാണ് ടെറസ്ട്രിയൽ സിക്വസ്ട്രേഷൻ എന്ന് പറയുക. മനസ്സിലായോ? ഇതിനെ 2 തരം നമുക്ക് ഓൾറെഡി അറിയാം. നാച്ചുറൽ ആയിട്ടുമുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുമുണ്ട്. അത് ഓൾറെഡി മുന്നേ പറഞ്ഞു. അഡ്വാൻറ്റേജസ് എന്താണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ സിക്വസ്ട്രേഷൻ? ഡിസഡ്വാൻറ്റേജസ് കുറച്ച് കോസ്റ്റ്ലിയൊക്കെ ആയിരിക്കും ഈ ടെക്നോളജി. അതൊക്കെയാണ് ഇവിടെ ഡിസഡ്വാൻറ്റേജ്. കോസ്റ്റ് കൂടുതലാണ്. ദെൻ ഇത്ര കോസ്റ്റൊക്കെ വരുന്നുണ്ട്. ദെൻ അതുപോലെ ഈ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും റോക്കോ ഫിഷേഴ്സോ ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ തിരിച്ച് സ്റ്റോർ കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി റിലീസ് ബാക്ക് ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നല്ലൊരു ടെക്നോളജിയാണിത്. അത് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് വരില്ല പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ കാർബൺ ഫുട് പ്രിൻ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് കാർബൺ, അതുപോലെ പ്ലാന്റിങ്, ഇങ്ങനെ ഇതിനോട് ബന്ധിച്ച് നമ്മൾ ചെടികളൊക്കെ നടാൻ തുടങ്ങിയാൽ അത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ കൺക്ലൂഷനും പറയുന്നുണ്ട്. അടുത്തത് വായിച്ചാൽ മതി. വൾണറബിലിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഈസ് എ ടൂൾ ടു അസസ് ദ വൾണറബിലിറ്റി ഓഫ് പോപ്പുലേഷൻ. അതായത് ഈ ക്ലൈമറ്റ് കാരണം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഇത് കാരണം എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് വരാമല്ലോ. ഡ്രോട്ടും ഫ്ലഡും ഇതൊക്കെ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ വൾണറബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ടൂൾ ടു അസസ് ദ വൾണറബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ പോപ്പുലേഷൻ ഓർ റീജിയൻ ടു വേരിയസ് സ്ട്രെസ്സസ് ഓർ ഹസാർഡ്സ് സച്ച് ആസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച് എക്സെട്ര. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് എന്താണ്? നമ്മുടെ ക്ലൈമറ്റ് ബാധിതമായിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സിനെ ഒരു സമൂഹത്തിന് അത് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ആണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസസിങ് ടൂളാണ് വൾണറബിലിറ്റി ഇൻഡെക്സ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. ഇത് നോക്കി പഠിക്കുക. സീരീസിന് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കേ.